നഖം വെട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? അത് കുഴിച്ചു മൂടണം. പുരുഷന്മാരുടേത് കുഴിച്ചു മൂടൽ സുന്നത്താണ്, സ്ത്രീകളുടേത് കുഴിച്ചു മൂടൽ നിർബന്ധമാണ്. ഒഴിവാക്കി പോകുന്ന മുടിയും വെട്ടിക്കളയുന്ന നഖമൊക്കെ. മുടി ഇങ്ങനെ വാർന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ വർക്കത്തിന് വെക്കരുത്, അത് കുഴിച്ചു മൂടിക്കളയണം. ചില സ്ഥലത്തൊക്കെ ചെന്നാൽ, റൂമിന്റെ ഉള്ളിലൊക്കെ ചെന്നാൽ ഫാൻ അങ്ങോട്ടിട്ടാൽ വർക്കത്തിന് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഉണ്ട വരും. അത് വാർന്നു വെച്ച ഉണ്ടകളാണ്. അത് ശരി, വാർന്നു വെക്കുമ്പോൾ ഉണ്ട വന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എടുത്തു വെക്കലല്ല, അത് കുഴിച്ചു മൂടണം. ഇത് നിർബന്ധമാണ്. സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കളയുന്നൊക്കെ അങ്ങനെയാണ്. നഖം അത് വെട്ടിയിട്ട് പല ഭാഗത്തേക്കും തെറിപ്പിച്ച് കളയാൻ പാടില്ല. അതിൽ ഒരുപാട് സംഗതികളുണ്ട്. അത് പറഞ്ഞിടത്ത് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. നഖത്തിലൂടെ സിഹിർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ശൈത്താന്മാരുടെ കൂട്ടത്തിൽ. സിഹിറിന് വേണ്ടി ഉപയോഗിക്കുന്ന അവശിഷ്ടങ്ങളിൽ ഒന്നാണ് നഖം. ഈ ഒറ്റ കുട്ടി നഖം എവിടെ ഇവിടെയും കളിയില്ല. കാരണം സിഹിർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പേടിയല്ലേ. അല്ലോ, ഈ സിഹിർ വരുന്ന പറയുമ്പോൾ പിന്നെ പേടിയായി പോയി. അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പഴയ കാലത്ത് ഒഴിവാക്കപ്പെടുന്ന നഖങ്ങൾ. അതുകൊണ്ട് നഖങ്ങൾ അങ്ങനെ വെട്ടി മുറിച്ച് ഒഴിവാക്കേണ്ടതല്ല, അത് കുഴിച്ചു മൂടണം. മറ്റൊരു സംഗതി, ഈ സുന്നത്തായ അമല് ചെയ്തു എന്നതിന് കുഴിച്ചു മൂടിയ സ്ഥലം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് സാക്ഷി നിൽക്കും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അന്ന് ജനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് കൂട്ടം കൂട്ടമായി മഹ്ശറിൽ നിൽക്കുമ്പോൾ ഭൂമി അതിന്റെ വാർത്തകൾ വായിക്കുന്ന ഒരു ദിനം. എന്താണ് ആ ഭൂമി വായിക്കുന്നത്? ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്ത നന്മയും വായിക്കും, തിന്മയും വായിക്കും. ആ ഭൂമി സാക്ഷിയാകുന്ന ഒരു സംഗതിയാണ്. ഇയാൾ ഈ സുന്നത്തായ അമല് നിർവഹിച്ചിട്ടുണ്ട്, കുഴിച്ചു മൂടിയ സ്ഥലം അത് സാക്ഷി നിൽക്കും. അതുകൊണ്ട് ഓരോ 10 ദിവസവും കൂടുമ്പോൾ നഖം മുറിച്ച് കളയണം.